ഇന്നത്തെ ടോപ്പിക്ക് റേഡിയോ ട്രാൻസ്മിറ്ററും ഡി ബിയുമാണ്. റേഡിയോ ട്രാൻസ്മിറ്റർ ഉപയോഗിക്കുന്നവർ സാധാരണയായി സിഗ്നൽ ലെവൽ റിപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഡി ബി. ഡി ബി എന്നത് ഡെസിബെലിനെ സൂചിപ്പിക്കുന്നു. വോൾട്ട് അല്ലെങ്കിൽ വാട്ട്സ് പോലുള്ള ഒരു നിശ്ചിത യൂണിറ്റ് അല്ല ഇത്. ഇതൊരു അനുപാതമാണ്. രണ്ട് പവർ ലെവലുകൾ അല്ലെങ്കിൽ സിഗ്നലുകൾ താരതമ്യം ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. റേഡിയോ സിഗ്നലുകൾക്ക് തുടരെ വളരെയധികം വ്യത്യാസമുണ്ടാകും. അതിനാൽ ഡി ബി എന്ന രീതി ഉപയോഗിക്കുന്നത് ഡസൻ കണക്കിന് പൂജ്യങ്ങൾ എഴുതാതെ തന്നെ വലിയ വ്യത്യാസങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനാണ്. അതായത് +3 dB വർധനവ് എന്നാൽ നിങ്ങൾ പവർ ഏകദേശം ഇരട്ടിയാക്കി എന്നാണ്. -3 dB കുറവ് എന്നാൽ നിങ്ങൾക്ക് പകുതി പവർ നഷ്ടപ്പെട്ടു എന്നാണ്. +10 dB അതായത് 10 മടങ്ങ് കൂടുതൽ പവർ ഉണ്ടായി എന്നാണ്. -10 dB നിങ്ങൾ 10-1 നിങ്ങളുടെ പവർ കുറഞ്ഞു എന്നാണ്. ഇതാണ് ഹാം റേഡിയോയിൽ ഡി ബി ഉപയോഗിച്ച് റിപ്പോർട്ട് പറയുന്നത്. എന്നാൽ ഈ ഡി ബി പലപ്പോഴും തെറ്റായ രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യാറുള്ളത്. ഇനി ആൻറ്റിന ഗെയിനിൽ ഡി ബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം. ആൻറ്റിന ഗെയിൻ ആൻറ്റിന എത്രത്തോളം ഊർജം ഫോക്കസ് ചെയ്യുന്നു എന്നതാണ്. അറ്റന്യുവേഷൻ അതായത് ആവശ്യമില്ലാത്ത സിഗ്നലുകൾ എത്രത്തോളം കുറയ്ക്കുന്നു. അതിനാൽ ആരെങ്കിലും അവരുടെ ആൻറ്റിനയ്ക്ക് 6 dB ഗെയിൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു റെഫറൻസ് ആൻറ്റിനയേക്കാൾ 4 മടങ്ങ് കൂടുതൽ പവർ ഒരു നിശ്ചിത ദിശയിൽ നൽകുന്നുവെന്നാണ് അർത്ഥം. ആൻറ്റിന ഡി ബി നിങ്ങളോട് ആബ്സല്യൂട്ട് പവർ പറയുന്നില്ല, മറിച്ച് മറ്റെന്തെങ്കിലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് എത്ര കൂടുതലോ കുറവോ പവർ ഉണ്ടെന്നാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്.